ഈ മാസം 30 മുക്കോടി ഏകാദശിക്ക് മുമ്പ് ഒരു പശുവിനെ കണ്ടാൽ ഈ വാക്ക് പറഞ്ഞാൽ മതി, എത്ര കഴിച്ചാലും തീരാത്ത സമ്പത്ത് ലഭിക്കും, ദാരിദ്ര്യം ഇല്ലാതാകും, നിങ്ങൾ വലിയ ധനികരായി മാറും. മുക്കോടി ഏകാദശിയെ നമ്മൾ വൈകുണ്ഠ ഏകാദശി എന്നും വിളിക്കാറുണ്ട്. ഒരു വർഷത്തിൽ എത്ര ഏകാദശികൾ വന്നാലും ഈ മുക്കോടി ഏകാദശിക്കുള്ള പ്രാധാന്യം വേറെയാണ്. അതിനുള്ള ശക്തിയും വേറെയാണ്. കാരണം സാക്ഷാൽ ആ വൈകുണ്ഠത്തിന്റെ വാതിലുകൾ തുറക്കുന്ന അത്ഭുതകരമായ ദിവസമാണിത്. ആ ശ്രീമന്നാരായണൻ ഭൂലോകത്തിലുള്ള ഭക്തരെല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയമാണിത്. അതുകൊണ്ടാണ് മുതിർന്നവർ പറയുന്നത്, മുക്കോടി ഏകാദശി നാളിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ പുണ്യകർമ്മം പോലും നമുക്ക് കോടി ഇരട്ടി ഫലങ്ങൾ നൽകുമെന്ന്. മുക്കോടി ദേവതകൾ അനുഗ്രഹിക്കുന്ന ഈ പുണ്യദിനത്തിനായി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്നാൽ ഇത്രയും പവിത്രമായ മുക്കോടി ഏകാദശി ദിവസം അല്ലെങ്കിൽ മുക്കോടി ഏകാദശിക്ക് മുമ്പ് നിങ്ങൾക്ക് ഗോമാതാവിനെ കാണാൻ കഴിഞ്ഞാൽ, അതായത് പശുവിനെ കണ്ടാൽ ഇങ്ങനെ ചെയ്യുക, നിങ്ങളുടെ ഭാഗ്യം മാറും, ആഗ്രഹിച്ചത്ര ഐശ്വര്യം ലഭിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. കാരണം പശു എന്നാൽ നടന്നു നീങ്ങുന്ന ക്ഷേത്രമാണ്, സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ സ്വരൂപമാണ്. നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് സൃഷ്ടിയിലുള്ള എല്ലാ ദേവതകളും തീർത്ഥങ്ങളും പുണ്യക്ഷേത്രങ്ങളും ഗോമാതാവിന്റെ ശരീരത്തിൽ കുടികൊള്ളുന്നു എന്നാണ്. മുക്കോടി ഏകാദശി നാളിൽ നമ്മൾ വൈകുണ്ഠ ദ്വാര ദർശനത്തിനായി അമ്പലത്തിൽ പോകാറുണ്ട്. എന്നാൽ നിങ്ങളുടെ വീടിൻ മുന്നിൽ വന്ന പശുവിനെ നമസ്കരിച്ചാൽ മതി, ആ വൈകുണ്ഠവാസിയെ ദർശിച്ച അത്രയും പുണ്യം ലഭിക്കും. കാരണം പശുക്കൾ മുക്കോടി ദേവതകളാണ്. അതുകൊണ്ട് പശുവിനെ പൂജിച്ചാൽ മുക്കോടി ദേവതകളെ പൂജിച്ചതിന് തുല്യമാണ്. പശുവിന്റെ പിൻഭാഗത്ത് സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മി ദേവി വസിക്കുന്നു. പശുവിന്റെ മൂത്രത്തിൽ ഗംഗാദേവി ഉണ്ട്. പശുവിന്റെ ചാണകത്തിൽ ലക്ഷ്മിദേവി ഉണ്ട്. അതുകൊണ്ടാണ് ചാണകം കൊണ്ട് വീട് മെഴുകിയാലും ഗോമൂത്രം തളിച്ചാലും വീട്ടിലുള്ള ദാരിദ്ര്യവും ദുരിതങ്ങളും എല്ലാം നീങ്ങിപ്പോകുന്നത്. അത്രയും ശക്തി പശുവിനുണ്ട്. നമ്മൾ എത്ര യാഗങ്ങൾ ചെയ്താലും എത്ര ഹോമങ്ങൾ ചെയ്താലും ലഭിക്കാത്ത ഫലം വെറും ഒരു പിടി പുല്ല് പശുവിന് നൽകുന്നതിലൂടെ ലഭിക്കും. ആരെല്ലാം രാവിലെ എഴുന്നേറ്റ് പശുവിന്റെ മുഖം കാണുന്നുവോ അവർക്ക് ആ ദിവസം മുഴുവൻ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും. അവർ ഏത് കാര്യത്തിന് തുടക്കമിട്ടാലും വിജയം ലഭിക്കും. പശുവിന്റെ പാദങ്ങളിൽ നിന്ന് ഉയരുന്ന പൊടി, അതായത് ഗോധൂളി, നമ്മുടെ നെറ്റിയിൽ തൊട്ടാൽ മതി, നമ്മുടെ വിധി മാറിപ്പോകും. പലർക്കും അറിയാത്ത ഒരു കാര്യം എന്തെന്നാൽ നമുക്കുള്ള ഗ്രഹദോഷങ്ങൾ മാറണമെങ്കിലും നമ്മുടെ ജാതകത്തിലുള്ള ശനിദോഷം കുറയണമെങ്കിലും പശുവിനേക്കാൾ വലിയ പരിഹാരമില്ല. നവഗ്രഹങ്ങളും പശുവിനെ തലകുനിച്ച് നമസ്കരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, പശുവിനെ സംരക്ഷിച്ചാൽ പശു നമ്മളെ സംരക്ഷിക്കുമെന്ന്. പശു ഒരു തവണ നമ്മളെ സ്നേഹത്തോടെ നോക്കിയാൽ മതി, നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മഞ്ഞുപോലെ ഉരുകിപ്പോകും. പശുവിന്റെ കരച്ചിൽ കേൾക്കുന്നിടത്ത് ലക്ഷ്മീദേവി കുടികൊള്ളുന്നു. അങ്ങനെയുള്ള ഗോമാതാവിനെ ഈ പുണ്യമായ മുക്കോടി ഏകാദശി സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ ഒരിക്കലും ഉപേക്ഷിക്കരുത്. പ്രത്യേകിച്ചും ഈ മുക്കോടി ഏകാദശി ദിനത്തിൽ വിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കാൻ ഗോസേവയേക്കാൾ വലിയ മാർഗമില്ല. ശ്രീകൃഷ്ണൻ പശുക്കളോട് എത്രമാത്രം ഇഷ്ടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഗോപാലൻ എന്ന് വിളിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. കൃഷ്ണ പരമാത്മാവിന്റെ അനുഗ്രഹം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഗോമാതാവിനെ നമ്മൾ സന്തോഷിപ്പിക്കണം. യഥാർത്ഥത്തിൽ മുക്കോടി ഏകാദശി ദിവസം പശുവിന് എന്ത് നൽകണം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി അറിയാം. അതിനു മുമ്പ് ഒരു പുണ്യകഥ കേൾക്കാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഒരു ലൈക്ക് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. അതുപോലെ ആ ശ്രീമന്നാരായണന്റെ കരുണയും കടാക്ഷങ്ങളും നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകണമെന്ന് ആശംസിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. ആ സ്വാമിയുടെ നാമസ്മരണയിലൂടെ നമ്മുടെ പാപങ്ങൾ നശിച്ചു പോകും. പണ്ടുകാലത്ത് ഒരു കർഷകൻ തന്റെ ഭാര്യയോടൊപ്പം താമസിച്ചിരുന്നു. ആ കർഷകന്റെ സാമ്പത്തിക സ്ഥിതി ഒട്ടും നന്നായിരുന്നില്ല. ആ കർഷകൻ ഒരു പുത്രൻ ജനിച്ചു.
മകൻ ജനിച്ചപ്പോൾ കർഷകൻ വളരെ സന്തോഷിച്ചു. ആ കുട്ടിക്ക് മാസങ്ങൾ കൂടുന്തോറും പാൽ കൂടുതൽ ആവശ്യമായി വന്നു. പക്ഷേ കർഷകൻ വീട്ടിൽ പശുക്കളില്ലായിരുന്നു. അതിനാൽ കർഷകന്റെ മകൻ പാൽ എവിടെ നിന്ന് കൊണ്ടുവരുമെന്ന് അവൻ വളരെ അധികം വിഷമിച്ചു. ഒരു ദിവസം അവന്റെ സുഹൃത്ത് കർഷകന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആ കർഷകന്റെ സുഹൃത്ത് ചോദിച്ചു, എന്തുപറ്റി സുഹൃത്തേ, നീ വിഷമിച്ചിരിക്കുകയാണല്ലോ? അപ്പോൾ കർഷകൻ തന്റെ മകൻ പാൽ ആവശ്യമാണെന്നും എന്നാൽ ആ പാൽ എവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് അറിയില്ലെന്നും തന്റെ സുഹൃത്തിനോട് തന്റെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, സുഹൃത്തേ, നമ്മുടെ ഗ്രാമത്തിന്റെ അറ്റത്ത് ഒരു സന്യാസി താമസിക്കുന്നുണ്ട്. ആ സന്യാസിയുടെ അടുത്ത് ഒരു സുന്ദരിയായ പശുവുണ്ട്. നീ പോയി ആ സന്യാസിയോട് ചോദിച്ച് പശുവിനെ കൊണ്ടുവരിക. ആ സന്യാസി വളരെ നല്ലവനായതുകൊണ്ട് തീർച്ചയായും പശുവിനെ നിനക്ക് തരും. ആ പശുവിൻ പാലുകൊണ്ട് നിന്റെ കുട്ടിയുടെ വിശപ്പ് മാറ്റാം എന്ന് പറഞ്ഞു. കർഷകനും സമ്മതിച്ചു. അടുത്ത ദിവസം രാവിലെ കർഷകൻ ഉറക്കമുണർന്ന് സന്യാസിയുടെ അടുത്തേക്ക് പോയി. ആദ്യം സന്യാസിയെ നമസ്കരിച്ച് പറഞ്ഞു, അയ്യോ, ഞാൻ ഈ ഗ്രാമത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. എനിക്കൊരു മകൻ ജനിച്ചു. പക്ഷേ എന്റെ മകൻ പാൽ തികയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പശുവിനെ ചോദിക്കാൻ വന്നു. എന്റെ മകൻ പാൽ വളരെ ആവശ്യമാണ്. ദയവായി എനിക്കൊരു പശുവിനെ തരൂ. ആ പശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്റെ മകന്റെ വിശപ്പ് മാറ്റാം. എന്റെ കയ്യിലുള്ളതിൽ നിന്ന് കുറച്ച് പണം നൽകാം. ദയവായി ഈ പശുവിനെ എനിക്ക് തരൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, എനിക്ക് പണമൊന്നും വേണ്ട. നിന്റെ മകനു വേണ്ടി ഞാൻ പശുവിനെ തരാം. എനിക്ക് ഒരു പണവും നൽകേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു സന്യാസിയാണ്. സന്യാസിമാർക്ക് പണം ആവശ്യമില്ല. പക്ഷേ പശുവിനെ കൊണ്ടുപോകണമെങ്കിൽ 3 വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾക്ക് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ പശുവിനെ തരൂ എന്ന് പറയുന്നു. ശരി, ആ വ്യവസ്ഥകൾ എന്താണെന്ന് പറയാൻ കർഷകൻ ചോദിക്കുന്നു. സന്യാസി ഇങ്ങനെ പറയുന്നു, ഒന്നാമതായി, നിങ്ങൾ പശുവിനെ കൊണ്ടുപോയ ശേഷം പശുവിന് താമസിക്കാൻ ഒരു ചെറിയ നല്ല സ്ഥലം ഒരുക്കുക. പശുവിന് നല്ല വെള്ളവും പുല്ലും ഭക്ഷണവും നൽകണം. ഈ ഗോമാതാവ് ഏത് വീട്ടിൽ കാലെടുത്തു വെച്ചാലും ആ വീട്ടിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഈ ഗോമാതാവ് ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ ഐശ്വര്യത്തിന്റെയും സിദ്ധിയുടെയും ആദിദേവനായ ശ്രീ ഗണേശനും ലക്ഷ്മിദേവിയും വസിക്കും. വീട്ടിലേക്ക് പശു വരുന്നതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലും സമ്പത്ത് വർദ്ധിക്കും. പക്ഷേ നിങ്ങൾ മറക്കാതെ പശുവിന് ഭക്ഷണം നൽകുക. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരിക്കലും പണത്തിന് കുറവ് വരില്ല. ദൗർഭാഗ്യം മുഴുവൻ നീങ്ങിപ്പോകും. നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും സൗഭാഗ്യം ലഭിക്കും. ഈ പശു പാൽ തരും, പക്ഷേ എന്നേക്കുമായി അങ്ങനെ പാൽ തരില്ല. പ്രായം കഴിഞ്ഞപ്പോൾ പാൽ തന്നില്ല. അപ്പോഴും നീ ഈ പശുവിനെ സ്നേഹത്തോടെ നോക്കണം. സ്നേഹത്തോടെ വളർത്തണം. അല്ലാതെ ഈ പശുവിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ ശ്രമിച്ചാൽ നിനക്ക് ദോഷം സംഭവിക്കും. അതുകൊണ്ട് ഈ നിബന്ധനകൾ മനസ്സിൽ വെച്ച് പശുവിനെ കൊണ്ടുപോകാൻ സാധു പറയുന്നു. കർഷകൻ ആ നിബന്ധനകൾക്ക് സമ്മതിച്ച് പശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. സന്തോഷത്തോടെ കർഷകൻ ആ പശുവിന്റെ പാൽ തന്റെ മകനു വേണ്ടി എടുത്തിരുന്നു. അതുപോലെ എല്ലാ ദിവസവും ആ പശുവിന് നല്ല ഭക്ഷണം നൽകിയിരുന്നു. പശുവിനെ നല്ല സ്ഥലത്ത് കെട്ടി കർഷകൻ പശുവിനെ നന്നായി നോക്കിയിരുന്നു. കർഷകൻ ഏത് ദിവസമാണോ പശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയത്, പശുവിനെ നന്നായി നോക്കാൻ തുടങ്ങിയത്, ആ ദിവസം മുതൽ കർഷകൻ നല്ല ദിവസങ്ങൾ ആരംഭിച്ചു. നോക്കി നിൽക്കെ കർഷകൻ ആ ഗ്രാമത്തിലെ വലിയ ധനികരിൽ ഒരാളായി മാറി. നല്ലൊരു വീട് പണിതു, വയലുകൾ വാങ്ങി, സ്വർണം വാങ്ങി. താൻ ജോലിക്ക് പുറത്തു പോകുമ്പോഴെല്ലാം തന്റെ ഭാര്യയോട് പശുവിനെ നന്നായി നോക്കാൻ പറയുമായിരുന്നു. അങ്ങനെ ആ കർഷകൻ പശുവിനെ നന്നായി നോക്കി. ആ പശുവിന്റെ പാൽ വീട്ടിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം പശു പാൽ കൊടുക്കുന്നത് നിർത്തി. തുടക്കത്തിൽ കർഷകൻ ഇന്ന് അല്ലെങ്കിൽ നാളെ പാൽ തരുമെന്ന് കരുതി.
പക്ഷേ അടുത്ത ദിവസവും പശു പാൽ തന്നില്ല. അങ്ങനെ 2 മാസമായി. എന്നിട്ടും പശു പാൽ തന്നില്ല. കർഷകന്റെ മകൻ ഇപ്പോൾ കുറച്ചുകൂടി വലുതായി. കുട്ടിക്ക് പാലിന്റെ ആവശ്യമില്ല. ആ പശുവിൻ പാൽ വീട്ടിലേക്ക് മാത്രം മതി. പക്ഷേ വീട്ടിലെ പശു പാൽ തരുന്നില്ല. അതോടെ കർഷകൻ പതിയെ ആ പശുവിനെ ശ്രദ്ധിക്കുന്നത് നിർത്തി. പശുവിന് ഭക്ഷണം കൊടുത്തില്ല. പശുവിന്റെ അടുത്തേക്ക് പോയില്ല. ഒരു ദിവസം കർഷകൻ പശുവിന്റെ അടുത്ത് പോയി. ഈ പശുവിനാൽ ഒരു പ്രയോജനവുമില്ല. പാൽ തരുന്നില്ല. അതിന് ഭക്ഷണം കൊടുക്കുന്നത് വെറുതെയാണെന്ന് കരുതി ആ പശുവിനെ കൂട്ടി കാട്ടിലേക്ക് പോയി. ആ കാട്ടിൽ പശുവിനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ കർഷകൻ വീട്ടിലെത്തിയപ്പോഴേക്കും അവന്റെ മകൻ അപ്രതീക്ഷിതമായി രോഗബാധിതനായി. ഉടൻ തന്നെ കർഷകൻ ഒരു ഡോക്ടറെ വിളിച്ച് തന്റെ മകനെ കാണിക്കുന്നു. എന്റെ കുഞ്ഞിനു വേണ്ടി എത്ര പണവും ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറയുന്നു. പക്ഷേ ആ കുട്ടിയുടെ അസുഖം ദിവസം തോറും കൂടിക്കൊണ്ടിരുന്നു. നിരവധി ഡോക്ടർമാരുടെ അടുത്ത് ആ കുട്ടിയെ കൊണ്ടുപോകുന്നു. ധാരാളം പണം ചെലവഴിക്കുന്നു. അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ പണമെല്ലാം തീർന്നുപോകുന്നു. അതോടെ വീടും വയലുകളും സ്വർണവും എല്ലാം വിൽക്കുന്നു. ഒടുവിൽ സർവസ്വവും നഷ്ടപ്പെട്ട് വീണ്ടും ദരിദ്രനായി മാറുന്നു. എന്നിട്ടും തന്റെ മകന് വന്ന് അജ്ഞാതമായ രോഗം മാറിയില്ല. കർഷകൻ വളരെ ദുഃഖിതനായി കണ്ണീരൊഴുക്കി. അപ്പോൾ കർഷകൻ ഒരു ചിന്ത വരുന്നു. സന്യാസി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്നു. പശുവിനെ ഉപേക്ഷിച്ചാൽ ദോഷം സംഭവിക്കുമെന്ന് ആ സന്യാസി പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അയ്യോ, ആ തെറ്റുകൊണ്ടാണ് എന്റെ മകൻ ഈ അവസ്ഥ വന്നത്. ഉടൻ തന്നെ പശുവിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പശുവിനെ തേടി കാട്ടിലേക്ക് പോകുന്നു. കുറച്ചു സമയത്തിനു ശേഷം അവന് ഗോമാതാവിനെ കാണാൻ കഴിയുന്നു. അപ്പോൾ കർഷകൻ ഗോമാതാവിന്റെ പാദങ്ങളിൽ വീണ് ഗോമാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ പശു മനുഷ്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട്, നീ മറ്റുള്ളവർക്ക് എന്താണോ നൽകുന്നത് അത് നിനക്ക് തിരികെ ലഭിക്കും എന്ന് പറയുന്നു. കർഷകൻ ആശ്ചര്യപ്പെട്ട് പശുവിനോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഗോമാതാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിനക്ക് ഇന്ന് 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ 2 കാര്യങ്ങളും ഇന്നു മുതൽ നീ നടപ്പിലാക്കുക എന്ന് ഇങ്ങനെ പറയുന്നു. ഒരിക്കലും ആരെയും വഞ്ചിക്കരുത്. പ്രത്യേകിച്ചും നീ ആരുടെ കാരണം കൊണ്ടാണോ എന്നാൽ ഒരിക്കൽ പ്രയോജനം ലഭിച്ചാൽ ആ വ്യക്തികളെ ഒരിക്കലും വഞ്ചിക്കരുത്. തിന്മ ചെയ്യരുത്. അത് നിങ്ങൾക്ക് വലിയ പാപം വരുത്തിവെക്കും. അതുപോലെ സുഹൃത്തുക്കളെ വഞ്ചിക്കരുത്. തങ്ങളുടെ സുഹൃത്തുക്കളെയും തങ്ങൾക്ക് നന്മ ചെയ്തവരെയും വഞ്ചിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നല്ലത് സംഭവിക്കില്ല. ഒരുപക്ഷേ നല്ലത് സംഭവിച്ചാലും അത് കുറച്ചുകാലം മാത്രമേ നിലനിൽക്കൂ. പിന്നീട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. അവരെ കൊള്ളയടിക്കരുത്. മറ്റുള്ളവർക്ക് ദോഷം ചെയ്ത് ലാഭം നേടരുത്. അതുപോലെ പണത്തോട് അമിതമായ ഇഷ്ടം വളർത്തരുത്. പണത്തോട് അമിതമായ സ്നേഹം വളർത്തുമ്പോൾ മനുഷ്യരോടുള്ള സ്നേഹം കുറയും. ക്രമേണ പണത്തിനു വേണ്ടി ഭ്രാന്തമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് പണത്തോട് സ്നേഹം വളർത്തരുത്. അതുപോലെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയരുത്. മൃഗങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പശു കർഷകനോട് പറയുന്നു. പശു പറഞ്ഞ ഈ വാക്കുകൾ വളരെ ജ്ഞാനപ്രദമാണ്. പിന്നീട് കർഷകൻ പശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഗോമാതാവിനെ നന്നായി ശുശ്രൂഷിക്കുന്നു. ഗോമാതാവ് പറഞ്ഞ വാക്കുകൾ അവൻ അനുസരിച്ചു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മകൻ ആരോഗ്യമുള്ളവനായി. അതുകൂടാതെ നോക്കിനിൽക്കെ കർഷകൻ വീണ്ടും ധനികനായി മാറി. അതിനാൽ ജീവജാലങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. പശു പറഞ്ഞ കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ അനുസരിച്ചാൽ ലക്ഷ്മിദേവി എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകും. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരാം. മുക്കോടി ഏകാദശിക്ക് മുമ്പോ അല്ലെങ്കിൽ മുക്കോടി ഏകാദശി ദിവസമോ നിങ്ങൾക്ക് പശുവിനെ കണ്ടാൽ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി തീരാത്ത സമ്പത്തും സ്വത്തും നിങ്ങളുടെ സ്വന്തമാകും എന്ന് മുതിർന്നവർ പറയുന്നു. മുക്കോടി ഏകാദശി ദിവസം പശുവിനെ കണ്ടാൽ ആ പശുവിനെ നന്നായി നമസ്കരിച്ച് ഒരു പച്ചക്കറി നൽകുക.
ആ പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ പീച്ചിങ്ങയാണ്. അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. മുക്കോടി ഏകാദശി ദിവസം നിങ്ങൾ ഒരു നല്ല പീച്ചിങ്ങ എടുക്കുക. ഓർക്കുക, ആ പീച്ചിങ്ങ ഉണങ്ങിയതോ കേടായതോ അല്ലാതെ പുതിയതായിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ദൈവത്തിന് നിവേദ്യം നൽകുമ്പോൾ എത്ര ശ്രദ്ധയാണോ എടുക്കുന്നത്, ഗോമാതാവിന് നൽകുമ്പോഴും അത്രയും ശ്രദ്ധ എടുക്കണം. ഇപ്പോൾ ആ പീച്ചിങ്ങ എന്തു ചെയ്യണം എന്നുവെച്ചാൽ നന്നായി കഴുകി അതിന്റെ തൊലി കളയണം. ചിലർ തൊലിയോടുകൂടി വെക്കാറുണ്ട്, എന്നാൽ പശുവിന് പീച്ചിങ്ങയുടെ തൊലി കളഞ്ഞു കൊടുക്കുന്നത് വഴി വലിയ ഫലം ലഭിക്കും. പീച്ചിങ്ങയുടെ തൊലി കളഞ്ഞ ശേഷം അതിനെ ചെറിയ കഷ്ണങ്ങളായി മുറിക്കാതെ അല്ലെങ്കിൽ വളരെ വലുതാക്കാതെ പശുവിന് കഴിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ നീളത്തിലോ അല്ലെങ്കിൽ കുറുകയോ മുറിക്കുക. ഇപ്പോൾ യഥാർത്ഥ കാര്യം ചെയ്യണം. അതെന്തെന്നാൽ ശർക്കരപ്പൊടി പശുവിൻ മധുരം വളരെ ഇഷ്ടമാണ്. അതിലും ശർക്കര എന്ന് പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ടതാണ്. ശർക്കര സമ്പത്തിനും സന്തോഷത്തിനും പ്രതീകമാണ്. ജ്യോതിശാസ്ത്രപ്രകാരം ശർക്കര സൂര്യഭഗവാനും ചൊവ്വയ്ക്കും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് പീച്ചിങ്ങയോടൊപ്പം ശർക്കര ചേർത്ത് കൊടുക്കുന്നത് വഴി നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങൾ നീങ്ങും. അതുകൊണ്ട് നിങ്ങൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ പീച്ചിങ്ങ കഷ്ണങ്ങളിൽ അല്ലെങ്കിൽ ആ പീച്ചിങ്ങയുടെ നടുവിൽ നന്നായി ശർക്കരപ്പൊടി വിതറുക. അല്ലെങ്കിൽ ആ പീച്ചിങ്ങ കഷ്ണങ്ങളിൽ ശർക്കര പുരട്ടി അവയെ തയ്യാറാക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ ഈ പദാർത്ഥം എടുത്ത് നിങ്ങളുടെ അടുത്തുള്ള ഗോശാലയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് ചുറ്റും നടക്കുന്ന പശുവിന്റെ അടുത്തേക്കോ പോകുക. ഓർക്കുക, മുക്കോടി ഏകാദശി ദിവസം ഇത് ചെയ്യുന്നത് വഴി ഫലം 1000 ഇരട്ടിയായിരിക്കും. ഒരുപക്ഷേ അന്ന് സാധിച്ചില്ലെങ്കിൽ ഏകാദശിക്ക് മുമ്പുള്ള ദിവസങ്ങളിലായാലും കുഴപ്പമില്ല. നിങ്ങൾ പശുവിന്റെ അടുത്ത് പോകുമ്പോൾ പശുവിനെ തൊട്ട് നമസ്കരിച്ച് നിങ്ങൾ തയ്യാറാക്കിയ ഈ പീച്ചിങ്ങയും ശർക്കരയും ചേർത്ത മിശ്രിതം നിങ്ങളുടെ കൈകൾ കൊണ്ട് സ്വയം തീറ്റിക്കണം. താഴെയിട്ട് കഴിക്കാൻ പറയുകയല്ല, സ്നേഹത്തോടെ നിങ്ങളുടെ കൈകൾ കൊണ്ട് തീറ്റിക്കണം. ഗോമാതാവിന്റെ വായിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ പശു ആ പീച്ചിങ്ങ കഴിക്കുമ്പോൾ പശുവിന്റെ ഉമിനീർ നിങ്ങളുടെ കയ്യിൽ തട്ടിയാൽ അറപ്പ് തോന്നരുത്. അത് ഗംഗാജലത്തിന് തുല്യമാണ്. ആ സ്പർശനം നിങ്ങളുടെ രേഖകളെ മാറ്റും. പശു ആ പദാർത്ഥം കഴിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ശക്തമായി ഒരു കാര്യം പറയണം. അല്ലെങ്കിൽ ഉറക്കെയായാലും കുഴപ്പമില്ല, പശുവിന്റെ ചെവിയിലായാലും ഈ കാര്യം പറയുക. അതെന്തെന്നാൽ, ഓ ഗോമാതാവേ, എന്റെ ദാരിദ്ര്യം മുഴുവൻ നിന്നോടൊപ്പം കൊണ്ടുപോകുക. അമ്മേ, എന്റെ കഷ്ടപ്പാടുകളെല്ലാം നീക്കി എന്റെ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും നിറയുന്നതിനായി അനുഗ്രഹിക്കൂ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ അതിലും എളുപ്പത്തിൽ ഗോവിന്ദ ഗോവിന്ദ എന്ന് സ്മരിക്കുക. പശു ആ പീച്ചിങ്ങ കഴിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വിഷ്ണുവിന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ പീച്ചിങ്ങയിൽ ശർക്കര വെച്ച് പശുവിൻ തീറ്റിക്കുന്നത്, അപ്പോൾ ആ ഗോമാതാവിന്റെ വയർ നിറഞ്ഞ് ആത്മസംതൃപ്തി നേടി നിങ്ങളെ അനുഗ്രഹിക്കും. ഗോമാതാവിന്റെ അനുഗ്രഹം എന്നാൽ സാക്ഷാൽ ആ ശ്രീമന്നാരായണന്റെ അനുഗ്രഹം തന്നെയാണ്. പീച്ചിങ്ങയിലെ നാരുകളും ശർക്കരയിലെ മധുരവും ഈ ഗുണം ഗോമാതാവിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. അതുപോലെ ആത്മീയമായി ഇത് നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഈ പ്രതിവിധി ചെയ്യുന്നതിലൂടെ കടബാധ്യതയുള്ളവർക്ക് വേഗത്തിൽ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ ലഭിക്കും. ബിസിനസ്സിൽ നഷ്ടം നേരിടുന്നവർക്ക് ലാഭം ലഭിക്കാൻ തുടങ്ങും. വീട്ടിൽ എപ്പോഴും വഴക്കുകളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് സമാധാനം ലഭിക്കും. പ്രത്യേകിച്ച് വേണ്ടെന്ന് പറഞ്ഞാലും പണം വന്നു ചേരും. അതായത് ഇത് അതിശയോക്തിയല്ല. കാരണം ഗോമാതാവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിലേക്ക് വരും. കൂടാതെ പശുവിൻ ഇത് നൽകിയ ശേഷം സാധിക്കുമെങ്കിൽ പശുവിനെ 3 തവണ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ പശുവിന്റെ പിൻഭാഗത്ത് തൊട്ട് കണ്ണുകളിൽ വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ പിതൃദേവതകളെയും സന്തോഷിപ്പിക്കും. മുക്കോടി ഏകാദശി നാളിൽ സ്വർഗ കവാടങ്ങൾ തുറന്നിരിക്കുന്നതിനാൽ ഈ ദിവസം നിങ്ങൾ ഗോമാതാവ് വഴി അയക്കുന്ന അപേക്ഷ
നേരിട്ട് ദൈവത്തിൽ എത്തുന്നു. ഇടയിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ അവസരം ഒരിക്കലും പാഴാക്കരുത്. ഒരുപക്ഷേ നിങ്ങൾക്ക് പീച്ചിങ്ങ കിട്ടിയില്ലെങ്കിൽ കുറഞ്ഞത് ഒരു വാഴപ്പഴമെങ്കിലും അല്ലെങ്കിൽ കുറച്ച് പുല്ലെങ്കിലും ശർക്കരയോടൊപ്പം ചേർത്ത് കൊടുക്കുക. എന്നാൽ പീച്ചിങ്ങയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്രയും പീച്ചിങ്ങ കൊടുക്കാൻ ശ്രമിക്കുക. പീച്ചിങ്ങയുടെ തൊലി കളയുന്നത് നമ്മുടെ അഹങ്കാരത്തെയും നമ്മുടെ ദുർഗുണങ്ങളെയും നീക്കം ചെയ്യുന്നതിന്റെ സൂചനയാണ്. ഉള്ളിലുള്ള ശുദ്ധമായ പദാർത്ഥത്തെ മധുരമെന്ന് ഭക്തി ചേർത്ത് ദൈവത്തിന് അർപ്പിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ട് മുക്കോടി ഏകാദശി ദിവസം രാവിലെ ഉണർന്നു കുളിച്ച് ദൈവദർശനം നടത്തിയ ശേഷം എവിടെയെങ്കിലും പശുവിനെ കാണുന്നുണ്ടോ എന്ന് നോക്കുക. പശുവിനെ കണ്ടാൽ സാക്ഷാൽ ഭഗവാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുവെന്ന് കരുതി നമ്മൾ പറഞ്ഞ ഈ ചെറിയ കാര്യം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. എത്ര ചെലവഴിച്ചാലും തീരാത്ത സമ്പത്തും ഐശ്വര്യവും നിങ്ങൾക്ക് സ്വന്തമാകും. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സ്വർണം പോലെ തിളങ്ങും. ഈ അത്ഭുതകരമായ കാര്യം നിങ്ങൾക്ക് മാത്രം പരിമിതപ്പെടുത്താതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടി പങ്കുവയ്ക്കുക. കാരണം ഗോസേവയെക്കുറിച്ച് 4 പേരോട് പറയുന്നതും ഗോസേവയ്ക്ക് തുല്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ ആത്മീയ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹിന്ദുക്കളുടെ എല്ലാ ഉത്സവങ്ങളും ചാന്ദ്രമാസമോ സൗരമാസമോ അനുസരിച്ചാണ് ആഘോഷിക്കുന്നത്. എന്നാൽ ഈ രണ്ടെണ്ണത്തിന്റെയും സംയോജനത്തിൽ ആചരിക്കുന്ന ഒരേയൊരു ഉത്സവമാണ് മുക്കോടി ഏകാദശി. സൂര്യൻ ധനുരാശിയിൽ പ്രവേശിച്ചതിനു ശേഷം വരുന്ന ഏകാദശി ദിവസമാണ് മുക്കോടി ഏകാദശി ആഘോഷിക്കുന്നത്. ഈ ദിവസം മുക്കോടി ദേവന്മാരെല്ലാം വിഷ്ണുവിനെ ദർശിക്കുമെന്നാണ് ഒരു ഐതിഹ്യം. അതുകൊണ്ടാണ് ഈ ദിവസത്തിന് മുക്കോടി ഏകാദശി എന്ന പേര് വന്നത്. മധുകൈടഭന്മാരായ രാക്ഷസന്മാർക്ക് ശാപവിമോചനം നൽകി അവർക്ക് തന്റെ വൈകുണ്ഠ ദ്വാരത്തിൽ ദർശനം അനുഗ്രഹിച്ചത് വിഷ്ണു ഭഗവാനാണ്. തങ്ങളെപ്പോലെ ഈ ദിവസം വൈകുണ്ഠ ദ്വാരത്തിന് സമാനമായ ഉത്തരദ്വാരം ദർശിക്കുന്നവർക്ക് മോക്ഷം നൽകണമെന്ന് അവർ ഇരുവരും പ്രാർത്ഥിച്ചു. അന്നുമുതൽ ഉത്തരദ്വാരം വഴി ശ്രീവാരിയെ ദർശിക്കുന്ന ആചാരം ആരംഭിച്ചു. ഈ ഏകാദശി നാളിൽ വൈകുണ്ഠത്തിലെ വിഷ്ണുവിന്റെ അന്തരംഗിക ദ്വാരങ്ങൾ തുറന്നതുകൊണ്ട് ഇതിന് വൈകുണ്ഠ ഏകാദശി എന്ന പേരും സ്ഥിരപ്പെട്ടു. കോടി ഏകാദശി ദിവസം വൈകുണ്ഠവാതിലുകൾ തുറന്നിരിക്കുമെന്നും വൈഷ്ണവാലയങ്ങളിലെ ഉത്തരദ്വാരത്തിനടുത്ത് ഭക്തർ അതിരാവിലെ കാത്തുനിൽക്കുമെന്നും പറയപ്പെടുന്നു. സാധാരണ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിലെ ഉത്തരദ്വാരങ്ങൾ അടച്ചിടും. എന്നാൽ ഈ ദിവസം ആ ഉത്തരദ്വാരം വഴി പോയി സ്വാമിയെ ദർശിക്കും. തിരുമല തിരുപ്പതിയിലും ഈ ദിവസം വൈകുണ്ഠ ദ്വാരം എന്നറിയപ്പെടുന്ന ഉത്തരദ്വാരം തുറന്നിടും. ഇങ്ങനെ ഈ ദിവസം മാത്രം എന്തിനാണ് ഉത്തരദ്വാര ദർശനം നടത്തുന്നതെന്ന് അറിയണമെങ്കിൽ ഒരു പുരാണ കഥ കേൾക്കണം. പണ്ടുകാലത്ത് സമസ്ത ലോകങ്ങളും ജലമയമായി പ്രളയകാലമായിരുന്നപ്പോൾ ശ്രീമഹാവിഷ്ണു രാവിലായിലയിൽ ഒഴുകി നടക്കുകയായിരുന്നു. അപ്പോൾ ശ്രീമഹാവിഷ്ണു തന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മദേവനെ സൃഷ്ടിച്ചു. ബ്രഹ്മദേവന് സമസ്ത വേദവും നൽകി. ആ വേദസമ്പത്ത് ഉപയോഗിച്ച് ഈ സൃഷ്ടി ആരംഭിക്കാൻ വിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞു. ബ്രഹ്മാവ് അതുപോലെ ചെയ്തു. പക്ഷേ സൃഷ്ടികർമ്മം ആരംഭിച്ചതിനു ശേഷം ബ്രഹ്മാവിൽ അഹങ്കാരം ആരംഭിക്കുകയും താൻ ആരാണെന്ന് മറക്കുകയും ചെയ്തു. ശ്രീ മഹാവിഷ്ണുവിനെ പോലും അദ്ദേഹം ഗൗനിച്ചില്ല. അപ്പോൾ ശ്രീ മഹാവിഷ്ണുവിന്റെ ചെവികളിൽ നിന്ന് മധുകൈടഭന്മാർ എന്ന 2 രാക്ഷസന്മാർ ആവിർഭവിച്ചു. സാക്ഷാൽ വിഷ്ണുവിൽ നിന്ന് ആവിർഭവിച്ചതുകൊണ്ട് ഇവർക്ക് വിശേഷപ്പെട്ട ശക്തികൾ ലഭിച്ചു. ഈ മധുകൈടഭന്മാർ ബ്രഹ്മാവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ബ്രഹ്മാവ് അവരെ എതിർത്ത് വർഷങ്ങളോളം യുദ്ധം ചെയ്തു. ഒടുവിൽ മടുത്ത് താൻ ഇവരെ സൃഷ്ടിച്ചതല്ലെന്നും ഇവർ എവിടെ നിന്ന് വന്നുവെന്നും മനസ്സിലാക്കി. അപ്പോൾ ബ്രഹ്മാവിന്റെ അഹങ്കാരം അകന്ന് ശ്രീ മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയി ശരണം തേടി.
അപ്പോൾ ശ്രീ മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞു, ബ്രഹ്മാവേ, അഹങ്കാരം കാരണം നിനക്ക് എത്ര കഷ്ടപ്പാടുകൾ വന്നുവെന്ന് കണ്ടോ? എന്നിരുന്നാലും ഞാൻ നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് മധു കൈടഭന്മാരെ വിളിച്ച് അവരോട് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യരെ, നിങ്ങൾ എന്നിൽ നിന്നാണ് ഉണ്ടായത്. അതിനാൽ ഈ രാക്ഷസ സ്വഭാവം ഉപേക്ഷിച്ച് എന്തെങ്കിലും നല്ല വരം ചോദിക്കൂ. എന്നാൽ മധു കൈടഭന്മാർ വിഷ്ണുവിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വരം തരുകയോ? ഞങ്ങൾ നിങ്ങൾക്ക് വരം തരാം, ചോദിക്കൂ എന്ന്. അപ്പോൾ അവരുടെ അഹങ്കാരം കണ്ട് ശ്രീ മഹാവിഷ്ണു പറഞ്ഞു, എങ്കിൽ ഞാൻ എന്റെ ആഗ്രഹം ചോദിക്കുന്നു, നിങ്ങൾ എന്റെ കൈകളാൽ മരിക്കൂ എന്ന് ആഗ്രഹിച്ചു. അതിന് മധുകൈടഭന്മാർ ഇങ്ങനെ പറഞ്ഞു, ശരി, എങ്കിൽ നിങ്ങളുടെ കൈകളാൽ ഞങ്ങൾ മരിക്കും, പക്ഷേ നിങ്ങൾ ഞങ്ങളുമായി ദ്വന്ദ്വയുദ്ധം ചെയ്യണമെന്ന് അവർ പറഞ്ഞു. ശ്രീ മഹാവിഷ്ണു അതിന് സമ്മതിച്ചു. അസ്ത്രങ്ങളില്ലാതെ കൈകളാൽ മുഷ്ടിയുദ്ധം അവർക്കിടയിൽ നടന്നു. അങ്ങനെ ശ്രീ മഹാവിഷ്ണുവിന്റെ സ്പർശനമേറ്റ് അവർക്ക് വളരെയധികം ആനന്ദം ലഭിച്ചു. അപ്പോൾ മധു കൈടഭന്മാർക്ക് ഒരു ആശയം തോന്നി. ശരീരം സ്പർശിക്കുമ്പോൾ തന്നെ ഇത്രയും ആനന്ദമുണ്ടെങ്കിൽ വൈകുണ്ഠത്തിൽ ആയിരുന്നെങ്കിൽ എത്ര ആനന്ദം വരുമല്ലോ എന്ന് കരുതി ശ്രീ മഹാവിഷ്ണുവോട്, ഞങ്ങൾക്ക് ഒരേയൊരു വരം വേണം, ഞങ്ങളെ വൈകുണ്ഠ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുക, എപ്പോഴും അങ്ങയോടൊപ്പം ഉണ്ടാകാനുള്ള വരം നൽകുക എന്ന് വിഷ്ണുവിനോട് അപേക്ഷിച്ചു. അപ്പോൾ ശ്രീ മഹാവിഷ്ണു ഇങ്ങനെ ചിന്തിച്ചു, ഇവർ രാക്ഷസന്മാരല്ലേ, ഇവരെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുന്നത് ന്യായമാണോ? ലോകത്തിന് ബുദ്ധിമുട്ടാകുമോ എന്ന് ആലോചിച്ച് വൈകുണ്ഠത്തിലേക്കുള്ള വടക്കേ വാതിൽ തുറന്നു. ആ വാതിലിലൂടെ ശ്രീ മഹാവിഷ്ണുവിനെ ദർശിച്ച മധു കൈടഭന്മാർ ആ ശ്രീ മഹാവിഷ്ണുവുമായി ഒന്നായിത്തീർന്നു. മധു കൈടഭന്മാർ വിഷ്ണുവിൽ ലയിക്കുമ്പോൾ മറ്റൊരു വരം കൂടി ചോദിച്ചു. ഏതൊരു ഭക്തനാണോ മുക്കോടി ഏകാദശി ദിവസം വടക്കേ വാതിലിലൂടെ അങ്ങയെ സ്മരിച്ചുകൊണ്ട് അങ്ങയെ ദർശിക്കുന്നത്, അവർക്കും മോക്ഷം നൽകണമെന്ന് അപേക്ഷിച്ചു. അതിന് ശ്രീ മഹാവിഷ്ണുവും സമ്മതിച്ചു. മുക്കോടി ഏകാദശി ദിവസം ദേവന്മാരും വടക്കേ വാതിലിലൂടെ സ്വാമിയെ ദർശിച്ച് മോക്ഷം നേടുന്നു. അന്നുമുതൽ ധനുർമാസത്തിൽ വരുന്ന ആദ്യത്തെ ഏകാദശിയായ മുക്കോടി ഏകാദശി ദിവസം ഇങ്ങനെ ഭക്തർ ഉത്തരദ്വാരം വഴി ശ്രീ മഹാവിഷ്ണുവിനെ ദർശിച്ച് മോക്ഷം നേടുന്നു. ഇതാണ് വൈകുണ്ഠ ദ്വാര ദർശനത്തിന് പിന്നിലുള്ള കഥ.